ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെയാണ് ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇന്ന് എനിക്കൊരു ഷൂട്ട് ഉണ്ട് ഓണത്തിൻ്റെ. ഞാൻ 2-3 ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓണത്തിൻ്റെ. എന്താണെന്ന് അറിയില്ല, ഇന്ന് എന്തായാലും ഒരു ഷൂട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. കാരണം നോർമലി ഞാൻ വെയർ ചെയ്യാറുള്ളത് ഓണത്തിന് സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അതുപോലെ തന്നെ ധാവണിയൊക്കെയാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പട്ടുപാവാടയാണ് വെയർ ചെയ്യുന്നത്. കുറേ ആയി പട്ടുപാവാട വെയർ ചെയ്തിട്ട് കേട്ടോ. യെല്ലോ കളർ ബ്ലൗസും അതുപോലെ തന്നെ വൈറ്റ് സ്കേർട്ടാണ്. സ്കേർട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടില്ല, പോണ ടൈമിൽ വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ആയി ഞാൻ പട്ടുപാവാട ഇട്ടിട്ട്. അതുപോലെ തന്നെ യെല്ലോ എനിക്ക് വളരെ റെയർ ആയിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ കളറാണ്. എനിക്ക് തോന്നുന്നു 1-2 ഡ്രസ്സ് എനിക്ക് യെല്ലോ കളർ ഉള്ളൂ. അപൂർവമാണ് യെല്ലോ ഉള്ളത്. അത് കാരണം തന്നെ യെല്ലോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ യെല്ലോ കളർ മാച്ച് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മേക്കപ്പിന് മുൻപായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ലെൻസ് വെക്കുകയാണ് കേട്ടോ. ഞാൻ നോർമലി ഷൂട്ടിന് ഇടയ്ക്കൊക്കെ ഞാൻ ലെൻസ് വെക്കാറുണ്ട്, ഇടയ്ക്കൊന്നും ഞാൻ വെക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വെക്കണം തോന്നി. അപ്പം ഞാൻ ലെൻസ് മേടിച്ചിട്ടുണ്ട്. ഗ്രേ കളർ ലെൻസാണ് കേട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. നോർമലി ഞാൻ ഗ്രേ തന്നെയാണ് വെക്കാറുള്ളത്. കാരണം ഹേസൽനട്ടും അതുപോലെ തന്നെ ബ്രൗണൊക്കെ ഏകദേശം എൻ്റെ കൃഷ്ണമണിയുടെ സെയിം കളറാണ്. സോ ഞാൻ ഗ്രേ ആണ് കൂടുതലും വെക്കാറുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി കൈയൊക്കെ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ലെൻസ് വെക്കാം. കുറച്ചധികം പണിയാണ് ഈ സംഭവം. എത്ര ടൈം എടുത്ത് വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. സാധാരണ ചില സമയത്ത് പെട്ടെന്ന് വെക്കും, ചില സമയത്ത് കുറേ ടൈം എടുക്കാറുണ്ട്. നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ ലെൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലെൻസ് വെക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈയിൻ്റെ വിരലല്ല നഖ തോന്നുന്നുണ്ട്, അറിയില്ല, ഇവിടെ ചെറുതായിട്ടൊന്ന് തട്ടി. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണ് ഓക്കെയാണ് കേട്ടോ. ലെൻസ് വെച്ചതിൻ്റെ അല്ല, നോർമലി ഞാൻ ലെൻസ് വെക്കാറുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ നഖാണ് തട്ടിയത് തോന്നുന്നു ഈ ഒരു വൈറ്റിൽ. കൊണ്ട് ഭയങ്കര റെഡ് കളറായിട്ടോ ഈ ഒരു കണ്ണ്. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെറ്റ് വൈപ്സ് എടുത്തിട്ട് ഫേസിലുള്ള മേക്കപ്പ് ഇല്ല, എന്തെങ്കിലും ചളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സുഡിയോയുടെ വെറ്റ് വൈപ്സ് ആണ്. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കുറേ ആയിട്ട് കേട്ടോ. ഇപ്പോഴല്ല, കുറേ ആയിട്ട്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. രാവിലെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, വെറ്റ് വൈപ്സ് ആയതുകൊണ്ട് ചെറുതായിട്ട് എന്താ പറയുക, ഒരു വെറ്റ് ഫീലുണ്ട് ഫേസ് മൊത്തം. അതൊന്ന് ഒപ്പിയെടുക്കുകയാണ് കേട്ടോ. കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസിൽ വെറ്റ് ഫീൽ പാടില്ല. ജസ്റ്റ് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ മോയ്സ്ചറൈസറാണ് കേട്ടോ. പോൺസിൻ്റെ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറേ ഇയേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ കേട്ടോ. ക്രീം മോയ്സ്ചറൈസറും ഉണ്ട് പോൺസിൻ്റെ, പക്ഷെ കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് തോന്നിയത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ, ജെല്ലിൻ്റെ. നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം. അടുത്ത് അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ് കേട്ടോ. പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ആണ്. യെല്ലോ 2 ഫിംഗർ റൂളൊക്കെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. ഷൂട്ട് വരുന്ന സമയം 2 മണിയാണ് കേട്ടോ. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് സൺസ്ക്രീൻ എന്തായാലും വേണം. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. പിന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നെക്സ്റ്റ് ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. സ്കിൻ കെയറിൽ ഞാൻ ഈ ഒരു 2 സ്റ്റെപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ സിയുടെ പ്രൈമറാണ്, ഗ്ലോ പോർ ബ്ലറിങ് പ്രൈമർ. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പോഴ്സൊക്കെ ബ്ലർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൈമറാണ് മാമ എർത്തിൻ്റെ ഈ ഒരു പ്രൈമർ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 റുപ്പീസാണ്. അടിപൊളിയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. ഞാൻ ഇൻസൈറ്റിൻ്റെ പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട്, മാമർത്തിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ ഹെവൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാമർത്തിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇൻസൈറ്റിൻ്റെയും കുഴപ്പമില്ല, നല്ലതാണ്. ബ്ലൂ ഹെവൻ്റെയും കുഴപ്പമില്ല, നല്ലതാണ്.
നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. ഭയങ്കര നല്ല ടെക്സ്ചറാണ് കേട്ടോ. സാധാരണ ക്രീം ജെൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്സ്ചർ അല്ല, ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഷില്ലീസിൻ്റെ കളർ കറക്റ്റിംഗ് കൺസീലറാണ് കേട്ടോ. ചെറുതായിട്ട് എനിക്ക് ഡാർക്ക് സർക്കിളൊക്കെ ഉള്ള കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കിന്നിനെക്കാട്ടും ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ജസ്റ്റ് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കൺസീലർ വെച്ചിട്ട് പിന്നെ കറക്റ്റ് ചെയ്യാമെന്ന് കേട്ടോ. എൻ്റെ സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണം. എൻ്റെ മേക്കപ്പ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ എൻ്റെ മേക്കപ്പ് എല്ലാം ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ചെയ്യാറുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ടൂളോ കാര്യങ്ങളോ ഉണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത് കേട്ടോ. കണ്ണിൻ്റെ മേൽഭാഗത്തും ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മളിവിടെ ഐ ഷേഡോ അപ്ലൈ ചെയ്യും മേൽഭാഗത്ത്, പക്ഷെ എന്നാൽ കൂടി ഇവൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണേ. ജസ്റ്റ് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മിറർ കാണാനില്ല, ഞാൻ സാധാരണ ഇതൊക്കെ മിററിൽ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. കുഞ്ഞു മിറർ ഉണ്ട് എൻ്റെ അടുത്ത്, മാൾസിൻ്റെ, അപ്പോൾ അത് കാണാനില്ല. ഫോണിൽ നോക്കി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ശരിക്കും ഇത് കറക്റ്റ് നമ്മൾ എന്താ പറയുക കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ലൈൻസൊക്കെ വന്ന പോലെ ഇരിക്കും. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ലിപ്പ് എന്തോ പോലെ ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു കളറില്ലാത്ത പോലെ. ഞാൻ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഗുഡ് വൈബ്സിൻ്റെയാണ്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫേസ് കാനയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് 3-in-1 ഫൗണ്ടേഷനാണ്, മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ, സൺസ്ക്രീൻ. ഇതിൻ്റെ ഷെയ്ഡ് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ബീച്ച് 032 ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഷെയ്ഡ്. ജസ്റ്റ് ഡോട്ട് പോലെ ഇട്ടിട്ട് ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം, നല്ലത്. കഴിഞ്ഞു വരുന്ന വരാത്ത ഇതിൻ്റെ ഒരു ട്യൂബും കൂടി എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഈ ഷെയ്ഡെല്ലാം തോന്നുന്നു. ഈ ഷെയ്ഡ് അല്ലെങ്കിലും നമ്മളിത് യൂസ് ചെയ്യും എങ്ങനെയാലും, കാരണം ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ നോർമലി ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നുമ്പോഴാണ് ഇതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്, വല്ലപ്പോഴേ തോന്നാറുള്ളൂ കേട്ടോ. കൂടുതലും ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ ഐ ഷേഡോ, ലിപ്സ്റ്റിക്ക്, മസ്കാര അങ്ങനെ ഇട്ടിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ ടിർട്ടിൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഇതും അപ്ലൈ ചെയ്യും കേട്ടോ. പിന്നെ ഫൗണ്ടേഷൻ ഫേസിലിടുന്നത് കൂടി സെയിം ടൈം നെക്കിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ കളറായി മാറും. ഓക്കേ, വാവ്, ഇപ്പം എന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ കൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. കുറച്ചധികം ഞാൻ എടുത്ത് പോയോ എന്നൊരു സംശയം. എന്തായാലും സെറ്റ് ചെയ്ത് വരുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ഒന്ന് മിററിൽ പോയി നോക്കിയിട്ടോ, പക്ഷേ കറക്റ്റാണ് കേട്ടോ. പക്ഷേ ഫേസിൽ ഭയങ്കരമായിട്ട് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ, പക്ഷേ കറക്റ്റാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ഞാൻ ഇന്ന് ചെയ്യണത്. എനിക്ക് തോന്നുന്നു എപ്പോഴും ഞാൻ സിമ്പിളായിട്ട് തന്നെ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ടിർട്ടിർ ഫൗണ്ടേഷനാണ്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ ടാൽക്കം പൗഡറാണ് എടുക്കുന്നത്. കോമ്പാക്ട് പൗഡർ അതുപോലെ തന്നെ ലൂസ് പൗഡറൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ലൂസ് പൗഡർ മീൻസ് ഞാൻ കോമ്പാക്റ്റിന് തന്നെ ലൂസായിട്ട് വരുന്നുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് യൂസ് ചെയ്യാറില്ല. കൂടുതലും ടാൽക്കം പൗഡറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കുറേ ആയ കാരണം ഇത് ഭയങ്കര കംഫർട്ടാണ് എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ.
അല്ലെങ്കിൽ മറ്റേതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായോ ഫേസ് ഫുൾ ഭയങ്കര വൈറ്റ് ആയോ എന്നൊക്കെ എനിക്ക് തോന്നും. ഇതാകുമ്പോൾ ഇങ്ങനെ 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 തുടച്ച് തട്ടി 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 കളഞ്ഞ് സെറ്റാക്കും എപ്പോഴും ഞാൻ. പൗഡറും കൂടി ഇട്ടപ്പോൾ ഫേസ് നന്നായിട്ട് വൈറ്റ് പോലെ തോന്നിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബ്ലഷാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ പോപ്പ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞ ഒരു ബ്ലഷാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഷെയ്ഡ് ചോദിക്കുമ്പോഴാണ് കറക്റ്റ് കിട്ടാത്തത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എവിടെയാണ് അതിൻ്റെ പേര് കൊടുത്തേക്കണമെന്നൊന്നും എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇത് ചീക്ക് ആൻഡ് ഐ ജെൽ ബ്ലൂം ഒരു ബ്ലഷാണ്. നമുക്ക് ചീക്കിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ചീക്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഓ, ഇത് ഭയങ്കര ശക്തി പിടിക്കണം, വരുന്നില്ല അങ്ങോട്ട്. ഓക്കെ, ഇതൊരു നാച്ചുറൽ ലുക്ക് നമുക്ക് തരും കേട്ടോ ഈ ഒരു ബ്ലഷ് ബ്ലൂ ഹെവൻ്റെ. കണ്ടോ, മറ്റ് ബ്ലഷിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു നാച്ചുറൽ ഒരു ഫിനിഷിങ് തരുന്നുണ്ട് കേട്ടോ. പിന്നെ അധികം ഒന്നും അപ്ലൈ ചെയ്യാണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ. ബ്ലഷ് അപ്ലൈ ചെയ്ത സൈഡും ഈ സൈഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതല്ല ഭംഗി. അതാണ് എനിക്ക് ബ്ലഷിനോട് ഇത്ര ഇഷ്ടം. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇത് ഒരു സ്ട്രോക്ക് ക്രീമാണ്. ഇത് ഫേസ് സ്കാനറിൻ്റെ സ്ട്രോക്ക് ക്രീമാണ്. സിൽവർ ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ സിൽവറും റോസ് ഗോൾഡും എൻ്റെ അടുത്തുണ്ട്. ഹൈലൈറ്റർ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത ഏരിയയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഫേസിലെ ഫുള്ള് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഐയിലോട്ട് കിടക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ ഫേസിലെ കുറച്ച് ഐയിലെ കുറച്ച് അങ്ങനെയാണ് കേട്ടോ. ഇതും ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിന് തരും കേട്ടോ. എനിക്ക് ഈ രണ്ട് പ്രൊഡക്റ്റും ഭയങ്കര ഇഷ്ടമാണ്, ഹൈലൈറ്ററും ബ്ലഷും. കാരണം നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഭംഗിയാക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ബ്ലഷും ഹൈലൈറ്ററും. നോസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് അവിടെയാണ് കൂടുതലൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് സൈഡ് അപ്ലൈ ചെയ്യാണ്ട്, ഒരു മിനിറ്റ് ക്യാപ്പ് എടുട്ടെ, രണ്ട് സൈഡ് അപ്ലൈ ചെയ്യാണ്ട് ഈ ഒരു സ്ട്രെയിറ്റ് ഭാഗം അതുപോലെ തന്നെ ഈ ഒരു എഡ്ജിൽ ഇവിടെയും കൊണ്ട് ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടല്ലോ ഫേസിൽ. ഇന്ന് ഞാൻ എല്ലാ പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഷെയ്ഡല്ല യൂസ് ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റിക്ക് ഞാൻ വേറൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ വെറൈറ്റിക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റാറുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഇപ്രാവശ്യം ഈ ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ നോർമലി എപ്പോഴും ഒരു ബ്രൗൺ ഷെയ്ഡാണ് എൻ്റെ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. എപ്പോഴും എനിക്ക് ആ ഒരു ഷെയ്ഡാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നും നമ്മൾ ബ്രൗൺ അല്ല അപ്ലൈ ചെയ്യണം, അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇന്ന് വേറെ ഷെയ്ഡ് നോക്കി നോക്കാം. സെറ്റ് ചെയ്യണം കേട്ടോ ഒന്ന് ചെറുതായിട്ട്. ഞാൻ മിറർ ഇല്ലാത്ത കാരണം ഫോണിൽ നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മിററിൽ നോക്കുന്നുണ്ട് കേട്ടോ ബാക്കത്തെ. കാരണം ഫോണിൽ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ചിലത് തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ പോയി നോക്കുന്നതാണ്. പക്ഷേ ഫോണിൽ ലൈറ്റൊക്കെ ഇട്ട വെച്ച കാരണമാണ് ഇത്ര. ഇത് ഇട്ട് വന്നപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബീച്ച് ഷെയ്ഡാണ്. പക്ഷേ ഇട്ട് വന്നപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. എന്തായാലും നമുക്കിനി ഈ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്യാം. ഇതൊരു ബ്രൗൺ ആണ്, ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ. പക്ഷേ ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു കോർണറിൽ നിന്ന് ആ സൈഡിലേക്ക് മിക്സ് ചെയ്യാൻ കേട്ടോ. ഒരു ഡബിൾ ഷെയ്ഡ് പോലെ. ഞാനൊരു സിമ്പിൾ ഫോട്ടോ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മേക്കപ്പ് അതിനോട്ട് മാച്ചായാൽ മതിയായിരുന്നു. ഒരു നാച്ചുറൽ ഒരു എന്താ പറയുക ഒരു ഫോട്ടോഷൂട്ടാണ്, നാച്ചുറൽ ലുക്കിലുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഐ ഷെയ്ഡ് ഒന്നും അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്, പക്ഷേ എനിക്ക് എന്തോ ഐ ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡില്ലേ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതാ ഈ ഒരു ഷെയ്ഡ്. ഇത് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. കണ്ണിൻ്റെ ഈ ഒരു കോർണർ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക് എൻ്റെ കണ്ണ്? ഇത്രയാണ് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ ഓവർ ആക്കിക്കോളാക്കും.
ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സിമ്പിൾ ലുക്കാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഐലൈനർ അപ്ലൈ ചെയ്യാൻ മുൻപായിട്ട് ഞാൻ കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പ്ലമ്മിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള കാജലാണ്. തീരാറായോ നോക്കട്ടെ. തീരാറായിട്ടില്ല, കുറേ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാജലാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കണ്ണിൻ്റെ മേൽഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ട് കണ്ണിൻ്റെ ഈ കണ്ണ് ഓക്കെ ആയിട്ടോ. ചെറിയൊരു ബുദ്ധിമുട്ട് ഇല്ല, ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, ഇല്ല എന്നല്ലേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ കണ്ണിൻ്റെ മേൽഭാഗത്ത് അപ്ലൈ ചെയ്തു. സെയിം ഞാൻ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യണേ. ഒരു നാടൻ ലുക്കാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ കണ്ണിൻ്റെ താഴ്ഭാഗത്തും മേൽഭാഗത്തും ഒരേപോലെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് എഴുതുന്ന മുൻപുള്ള ലുക്കും എൻ്റെ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് എഴുതിയിട്ടുള്ള എൻ്റെ ലുക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും കണ്ണിൻ്റെ താഴ്ഭാഗത്ത് എഴുതിയാൽ നിന്ന് വേറെ ലുക്കായിട്ട് എനിക്ക് തോന്നും. അതുപോലെ തന്നെ കണ്ണിൻ്റെ മേൽഭാഗത്ത് മാത്രമായിട്ട് എഴുതാൻ കഴിഞ്ഞാൽ എന്നെ വേറെ ലുക്കായിട്ട് തോന്നും. ഓക്കെ, കണ്ണിന് വെള്ളം വരുന്നുണ്ട്. കുറച്ചായി ഞാൻ കാജൽ അപ്ലൈ ചെയ്തു. നമുക്കിനി ഈ ഒരു ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തായിട്ട് എഴുതാം. പക്ഷേ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ഒട്ടും എഴുതാൻ പറ്റില്ല, മിററും എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ബാക്കിൽ മിററിൽ പോയിട്ട് എഴുതിയിട്ട് ഞാൻ വേഗം വരാം. അങ്ങനെ ഇതാ കണ്ണ് എഴുതിയിട്ടുണ്ട്. താഴെയും മേലെയായിട്ട് ഐലൈനർ വെച്ചിട്ടൊന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ കട്ടിയിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ എഴുതിയിട്ടാണ് ഫോട്ടോഷൂട്ടിന് പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലർക്ക് ഇത്ര കട്ടിയിൽ എഴുതുന്നത് ഇഷ്ടമാവില്ല, പക്ഷേ ചിലർക്ക് ഇഷ്ടമാവും ഇതുപോലെ ഇങ്ങനെ കട്ടിയിൽ മേലെയും താഴെയൊക്കെ എഴുതുന്നത്. നമുക്ക് തീരെ സമയമില്ല, വേഗം റെഡി ആവണം. 2 മണി ആവാറായിട്ടുണ്ട്. സോ ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ മസ്കാരയാണ് കേട്ടോ. ഇത് സുഡിയോന്ന് മേടിച്ച മസ്കാരയാണ്. നന്നായിട്ട് തന്നെ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം നല്ല തിക്കായിട്ട് കണ്ണെഴുതിയ കാരണം അതേപോലെ നല്ല ഭംഗിയിൽ കൺപീലി ഉണ്ടാവണം, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ ഡബിൾ ലെയറായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റുഡിയോത്തെ മസ്കാര മോശമൊന്നുമല്ല കേട്ടോ, നല്ല മസ്കാരയാണ്. സ്റ്റുഡിയോന്ന് ഞാൻ 2 ടൈപ്പ് മസ്കാര ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള മസ്കാരയാണ് കേട്ടോ. ഒന്ന് കേളിൻ്റെയും അതുപോലെ തന്നെ ഒന്ന് വേറെ എന്തോ ആയിരുന്നു, ഇതൊന്നും നോർമൽ ടൈപ്പാണ് തോന്നുന്നുണ്ട്. രണ്ടും അടിപൊളി മസ്കാരയാണ്. ഞാൻ കണ്ണിൻ്റെ താഴ്ഭാഗത്തുള്ള കൺപീലിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, മേൽഭാഗത്തുള്ള കൺപീലിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോണത് ലിപ്സ്റ്റിക്കാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ലിപ് ബാം ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിപ്പിനൊരു കളറില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, സോ അതൊന്ന് വൈപ്പ് ചെയ്യണേ. വെറ്റ് വൈപ്സ് വെച്ചിട്ടാണ് കേട്ടോ വൈപ്പ് ചെയ്യണേ. വേഗം വൈപ്പ് ചെയ്ത് കിട്ടും. ഓക്കെ, പക്ഷെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൽ ഓരോരോ എന്താ പറയുക, നൂലോ അങ്ങനെ എന്തോ പറയില്ലേ, ആ സംഭവം നമ്മുടെ ലിപ്പിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ എടുത്ത് കളയണം. പിന്നെ ഞാൻ ഏത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യും, ഇതിൽ ഞാൻ ആലോചിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവർ ആക്കണ്ട, എന്നാൽ ഭയങ്കര സിമ്പിളും ആക്കണ്ട, ലിപ്പ് ഇട്ടോ ഉദ്ദേശിക്കുന്നത്. ഞാൻ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാമെന്നാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസിലും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് തോന്നുന്നു. ഫേസസ് സ്കാനറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, 28 ഷെയ്ഡ്. ഇത് ഞാൻ സുഡിയോന്ന് മേടിച്ച ലിപ്പ് ലൈനറാണ് കേട്ടോ. ലിപ്പ് ലൈനർ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. ഓക്കേ, ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഫേസസ് സ്കാനറുടെ ന്യൂഡ് ഷെയ്ഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്, കണ്ടോ, ഭയങ്കര ന്യൂഡാണ് കേട്ടോ. ഇത് തനിയെ അപ്ലൈ ചെയ്യണം, ചില സമയത്ത് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കണം പോലെ തോന്നും. അതാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യണം.
ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേണമെങ്കിൽ എനിക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷേ എനിക്ക് എന്തോ ഒരു ലിപ്സ്റ്റിക് കൂടി മിക്സ് ചെയ്യാൻ തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ മാർസിൻ്റെ ബെറി ബ്രേവ് എന്ന് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല തോന്നുന്നു. സോ നമുക്ക് വേറൊരു ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്യാം. ഇത് ഏതാ ലിപ്സ്റ്റിക്ക്? കിസ് ബ്യൂട്ടി. സ്വിസ് ബ്യൂട്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? കിസ് ബ്യൂട്ടി ഇത് ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഓക്കെ, ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ന്യൂഡും അല്ല, എന്നാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറും അല്ല. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇതാ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഇത് NYBയുടെ ആണ് കേട്ടോ. ഇതെപ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും, എന്നിട്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് ഷിമ്മർ ഗ്ലോ ഫിക്സറാണ്. നമ്മുടെ ഫേസ് നല്ല ഷിമ്മറായിട്ടും അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് പറയണത്. അടിപൊളിയാണ് കേട്ടോ. കണ്ണ് ഞാൻ ജസ്റ്റ് കവർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, കാരണം നല്ല തിക്കായിട്ട് എഴുതിയ കാരണേ സ്പ്രേ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒലിച്ചാലോ. ഫേസിലൊരു ഗ്ലോ കണ്ടോ? ഇതാണ് ആ ഒരു സെറ്റിംഗ് സ്പ്രേയുടെ ഒരു പ്രത്യേകത. നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഗ്ലോ ആക്കും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഗ്ലോ ഒന്നും പോവില്ല കേട്ടോ. ഈ ഗ്ലോ അവിടെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ ആ ഒരു പ്രത്യേകത അതാണ്. അത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആക്കി നല്ല ഷിമ്മറാക്കി വെക്കും. നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം. നെക്കിൽ ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നെക്ക് ഒട്ടും ഗ്ലോ ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആണ് കണ്ടോ കേട്ടോ. കണ്ടോ? ഇതൊന്ന് ഡ്രൈ ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും മൊത്തത്തിലൊന്ന് ഡ്രൈ ആവാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ജ്വല്ലറീസ് ഇടാം. കുപ്പിവളയാണ് കേട്ടോ ഞാൻ പെയർ ചെയ്യുന്നത്. അത് ഗ്രീനും റെഡും. യെസ്, ഒരു കയ്യിൽ റെഡും ഒരു കയ്യിൽ ഗ്രീനും ഇടാം. മഞ്ഞ ഇടാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഞാൻ മഞ്ഞ ഡ്രസ്സ് മഞ്ഞ കുപ്പികളും വേണ്ട വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ ഗ്രീനിൽ ഫിക്സ് ചെയ്തു. എൻ്റെ കൈച്ചെയിൻ ഈ കയ്യിലുണ്ട്, അത് ഞാൻ ഊരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ മുടി കിടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കും. മുടി കുടുങ്ങുന്നതാണ് ഇങ്ങനെ ആക്കപ്പോൾ. എങ്ങനെയുണ്ട് കുപ്പിവള? അടിപൊളിയല്ലേ? ഗ്രീനും റെഡും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ യെല്ലോ കൂടി. മാലയിൽ ഞാൻ ചെറിയൊരു കൺഫ്യൂഷനിലായിട്ട് ഇരിക്കുകയാണ്. മാല ഏതിടുന്ന? ഇതൊരു മാല ഉണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിനിൽ വരുന്നൊരു മാലയാണ്. പിന്നെ ഉള്ളത് പാലക്കയാണ്. പാലക്ക ഇടണോ അതോ സിമ്പിളായിട്ടുള്ള ആ മാല ഇടണോ എന്നുള്ളൊരു ഡൗട്ടാണ് കേട്ടോ. ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെറിയൊരു പെൻഡൻ്റ് ഉള്ള ചെറിയൊരു ചെയിൻ ഉണ്ട്, അതെടുത്തിടും. ഇതെനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുകാർ തന്നതാണ് കേട്ടോ. അടിപൊളി മാലയാണ്. നല്ല കളക്ഷൻസ് കേട്ടോ അവരുടെ പേജിൽ. ഞാൻ താഴെ ഒരു പേജ് മെൻഷൻ ചെയ്യാം. ഈ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവുമെന്നാണ് എനിക്കൊരു ഡൗട്ടുള്ളത്. മാല അടിപൊളിയാണ്. നമുക്ക് നോക്കാം എന്തായാലും. ഹെയറൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഇതിടാം. നെക്സ്റ്റ് കമ്മലാണ്. ഈ ഒരു ജുമുക്കയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഒരു ഉണ്ട ജുമുക്കാലെ. ഉണ്ട മീൻസ് വട്ടം ഉദ്ദേശിച്ചാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഗോൾഡ് ജുമുക്ക വളരെ കുറവാണ് കേട്ടോ. സിൽവർ കുറേ ഉണ്ട്. എന്തോ എവിടെ ഒരു കുറവുണ്ടല്ലേ? വേറെ ഒന്നുമില്ല, പൊട്ട് നമുക്ക് ഐലൈനർ വെച്ചിട്ട് കുത്താം. ഇതാകുമ്പോൾ കുറേ നേരം ഇരിക്കും, പക്ഷെ ഇത് നേരെ ആവണം. നേരെയോ? അങ്ങനത്തെ ആ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഹെയർ ഒന്ന് കെട്ടണം. സോ ഞാൻ വേഗം ഹെയർ കെട്ടിയിട്ട് വരാം. മുല്ലപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. മുല്ലപ്പൊക്കെ വെച്ചിട്ടാണ് ഞാനിന്ന് ഷൂട്ടിന് പോണത്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഞാൻ വേഗം മുല്ലപ്പൊക്കെ വെച്ച് ഹെയറൊക്കെ ഒന്ന് കെട്ടിയിട്ട് വേഗം വരാം. അങ്ങനെ ഇതാ ലുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹെയർ ഇതാ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പൊക്കെ വെച്ചു. ഹെയർ സെറ്റിംഗ് സ്പ്രേ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞിതായിട്ട് ഞാനിതാ കളപ്പം തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഷൂട്ടിന് ടൈമായി, എനിക്ക് അധികം സംസാരിച്ചിരിക്കാൻ നേരമില്ല. സോ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ ഷൂട്ടിന് കുറച്ച് ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക. നല്ല ഭംഗിയുണ്ടല്ലേ മുല്ലപ്പൂ? നല്ല സ്മെല്ലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാം. ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.